അവൻ ഈ പിയാന്റെ നമ്പറല്ല ഞാൻ എഴുതി കൊടുത്തത്, എന്റെ നമ്പർ. ഞാൻ പറഞ്ഞു എന്റെ ചേച്ചിയാണ് ഫോൺ എടുക്കുന്നതും, ഇന്നെങ്കിൽ അവളുടെ കബോർഡിൽ കാണും അത്. അവൾ കള്ളം പറയണേണ്. അവള് ഈ നമ്പർ ഇതുപോലെ വേസ്റ്റിൽ ഇട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ വെറുതെ പറയുന്നതാണ്. എന്നിട്ട് അവൾ വേറൊരു കള്ളോട് പറഞ്ഞു, എന്ത് പുറത്തിറങ്ങുമ്പോ അക്ബറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ. ഞാൻ അങ്ങനെ പറയൂ? ഞാൻ അങ്ങനെ പറയൂ? ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും പറ. ഞാൻ പറഞ്ഞു വീട്ടിലെന്തോ പറയാൻ, വീട്ടിലൊന്നും പറയാനില്ല, ഹാപ്പി ആയിട്ടിരിക്കണം, കരയണമെന്നൊക്കെ അത് പറയണം, ഒന്നുമില്ല, ഞാൻ നന്നായിട്ട് നിൽക്കുന്നതെന്ന്, വിഷമിക്കുന്ന വേണ്ട, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പ്രാർത്ഥിക്കണം, പിന്നെ എല്ലാ അമ്പലങ്ങളിലും പോയി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ പറഞ്ഞു. എന്തെന്നും പറയണ്ടോ? അപ്പൊ ഞാൻ എന്താ പറയാ, എന്തോ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പറയണം. ചിലപ്പോ കട്ട് ചെയ്തിട്ട് എന്താ ഇടുന്നതെന്ന് അറിയില്ല. എന്റെ അമ്മ സത്യം, എന്റെ ദൈവം എന്ന് പറഞ്ഞ് എല്ലാ ദൈവങ്ങളും ഞാൻ അങ്ങനെ ഔട്ടായി പോട്ടെ, ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുത്തത്, എന്നെ വിശ്വസിക്കും. നിങ്ങൾക്ക് 7 വർഷമായിട്ട് അറിഞ്ഞോടെ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യും. അവൾ അങ്ങനെ പറയുന്നത് അവൾ അനുഭവിക്കും. സത്യം പറയാൻ തോന്നുന്നു. സത്യം ഇതൊക്കെ എന്തുവാ ചേട്ടാ ചെയ്യാത്ത കുറ്റമൊക്കെ തലയിൽ വെച്ചിരുന്നത്? ആ നമ്പര് അവളെ കയ്യിലുണ്ട് ഇപ്പോഴും. നൂറടുത്ത് ചോദിച്ച നൂറിന്റെ കയ്യിലുണ്ട്. കാരണം അവളെ നമ്പർ എനിക്കും തന്നു, എന്റെ നമ്പർ അവക്കും കൊടുത്തു. നൂറ, ഞാൻ നിനക്ക് ആദ്യമൊക്കെ ഒരു നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആരെ നമ്പർ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്? ആ നമ്പർ ഇപ്പോഴും നിങ്ങളുടെ കബോർഡിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിലും ഉണ്ട്. എന്റെ പൊന്നു മോളെ, എനിക്ക് ഇതിനെ പറ്റി ഇപ്പൊ സംസാരിക്കാൻ ആ നമ്പർ ഒന്ന് എടുത്ത് കൊടുക്ക്. ഓക്കെ, നിന്റെ ചേച്ചിന്റെ നമ്പർ അത് വേസ്റ്റിലേക്ക് കളഞ്ഞല്ലേ? വേസ്റ്റിൽ ആര് കളഞ്ഞു? നിങ്ങൾ കളയത്തില്ല, നിങ്ങൾ കളയില്ല എന്ന് എനിക്കറിയാം. ഓളെടുത്തേക്ക് എനിക്ക് അയ്യോ എന്റെ പൊന്നു മോളെ, സത്യമൊന്നുമില്ല. ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ല, നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ ഇതിലില്ലായിരുന്നു. നിങ്ങൾ കള്ളം പറയണേ.